ഏറെ ഗംഭീരമായ രീതിയിൽ ഒരു ക്ഷേത്രത്തിൽ ഭാഗവതത്തെ എത്തരത്തിൽ ക്ഷേത്രകർത്താക്കൾ പഠിക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ പത്മജൻ അവർക്ക് നിറഞ്ഞ സ്നേഹം. അതോടൊപ്പം തന്നെ അടുത്ത തലമുറ, ഇപ്പോൾ ക്ഷേത്രം ഭരിക്കുന്ന ചെറുപ്പക്കാരായാലും ഇടപ്രായക്കാരായാലും ഒക്കെ പഠനം എന്നുള്ളത് അവർക്കൊരു പരിധി വരെ അതിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പുതുതലമുറക്കാരായ ആളുകൾ എത്തരത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെടണം, നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ എത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണം. എല്ലാവരും ഒരു പ്രായം കഴിഞ്ഞ് റിട്ടയർ ആവുക, അല്ലെങ്കിൽ ആ പ്രായമാവുമ്പോൾ ഭാഗവതവും രാമായണവും ഒക്കെ എടുത്ത് വായിച്ച് പഠിക്കുക, മോക്ഷം കിട്ടും എന്ന് വിചാരിക്കുന്നതല്ല. നമ്മുടെ അടുത്ത തലമുറയെ വിദേശത്തേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പറഞ്ഞയക്കൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ക്ഷേത്രങ്ങളും നമ്മുടെ സനാതനധർമ്മവും സംസ്കാരവും നിലനിർത്തുന്നതിന് വേണ്ടി എങ്ങനെയാണ് അവരെ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കേണ്ടത് എന്ന് MRS മേനോൻ നമ്മളോട് സംസാരിക്കും. എൻ്റെ മുമ്പിലുള്ള സമയം കുറിച്ച് തന്നിട്ടുണ്ട് 5 മിനിറ്റ്. എന്താണ് ക്ഷേത്രം എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുനാഥനായ സ്വർഗീയ മാധവജിയാണ്. ആ മാധവജിയുടെ ക്ഷേത്ര സങ്കല്പം എന്ന ആശയത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ക്ഷേത്രാരാധനയിലൂടെ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ആ ബോധത്തെ ഉയർത്തി ഈശ്വരനിൽ എത്തിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. പക്ഷേ ആശയങ്ങൾ ഇപ്പോൾ പറയാനുള്ള സമയം ഇതല്ല. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എങ്ങനെ പുതിയ തലമുറയെ ക്ഷേത്രവും ആരാധനയുമായി ബന്ധിപ്പിക്കുമെന്നുള്ളത്. നമ്മൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകളോട് ഭാഗവതം പറയുന്ന രീതിയിൽ 15 വയസ്സുള്ളൊരു കുട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികളെ അറിയാമല്ലോ, നമ്മളെക്കാളൊക്കെ ബുദ്ധിമാന്മാരാണവർ, യുക്തിയുക്തമായിട്ട് ചിന്തിക്കുന്നവരാണവർ. അപ്പം നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് ഈ സംസ്കാരം നമുക്ക് നൽകിയിരിക്കുന്ന ആശയങ്ങൾ. ഇത് അന്ധവിശ്വാസങ്ങളല്ല, ഇത് കെട്ടുകഥകളല്ല. കഥകൾ കാണും പുരാണ ഇതിഹാസങ്ങളിൽ, പക്ഷേ അതിനപ്പുറം യുക്തിയുക്തമായൊരു ചിന്താഗതിയാണെന്നുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ കഥകളും ആചാരങ്ങളും മാത്രം കുറച്ച് കഴിയുമ്പോൾ അവർ വലിച്ചെറിയും. വിവേകാനന്ദ സ്വാമികൾ പറയാറുണ്ട്, ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ മതങ്ങളും നശിച്ചാലും നശിക്കാത്ത ഒന്നുണ്ട്, അത് ഭാരതത്തിൻ്റെ മതമാണ്, അത് സനാതനധർമ്മമാണ്, അത് വേദാന്ത മതമാണ്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ അടിത്തറ യുക്തിയാണ്. ഗീതയും ഉപനിഷത്തുക്കളുടെയും അടിത്തറ യുക്തിയാണ്. യുക്തിമുക്തമായിട്ട് ചിന്തിക്കുന്ന വിദ്യാസമ്പന്നരായ ഒരു പുതിയ തലമുറയ്ക്ക് നമ്മുടെ സനാതനമായ ആശയങ്ങൾ അവർക്ക് സ്വീകാര്യമായ രീതിയിൽ യുക്തിയുക്തമായിട്ടുള്ള ചിന്തകളെ ഉൾക്കൊള്ളുന്ന രീതിയിൽ പകർന്നു കൊടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ അടുത്ത തലമുറ അതിൽ വിശ്വസിക്കുകയുള്ളൂ. കുട്ടിക്കാലത്തെ കഥകളിൽ ഞങ്ങളവിടെ ചെയ്യുന്നൊരു കാര്യം, ഗംഭീരമായ ഭാഗവത സപ്താഹം നടക്കാറുണ്ട്. കുറേ പ്രായം ചെന്നവർ വന്നിരിക്കും. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് ദിവസേന വൈകുന്നേരം അന്ന് വായിച്ച കഥാഭാഗങ്ങളെ ആസ്പദമാക്കി അന്ന് വൈകിട്ട് ഒരു റിട്ടൺ ക്യുസ്. അപ്പം കുട്ടികൾ അത്രയെങ്കിലും അത് കേട്ടിരിക്കും. അതിൽ നിന്ന് ഉത്തരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയെങ്കിലും. അത് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. എന്തിനാണത്? കുട്ടികൾക്കിത് കേൾക്കാൻ താല്പര്യമുണ്ടാക്കണം. പിന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരോട് ഭാഗവതം പറയുന്ന രീതിയല്ല, ഇതിഹാസം പറയുന്ന രീതിയല്ല കുട്ടികളോട് പറയേണ്ടത്. കുട്ടികളുടെ ചിന്തയ്ക്കും യുക്തിബോധത്തിനും അനുസൃതമായിട്ട് നമ്മുടെ പാരമ്പര്യത്തെ, ഇതിഹാസങ്ങളെ, പുരാണങ്ങളെ, ചിന്തകളെ അവർക്ക്
പകർന്നു കൊടുത്താൽ അവരതിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതിൽ സംശയമില്ല. എൻ്റെ 55 വർഷത്തെ പരിചയ സമ്പത്ത് വച്ച് എൻ്റെ കുട്ടികൾ അവർ പഠിച്ച് പല നിലയിലെത്തിയിട്ടും ഈ സംസ്കാരത്തിൻ്റെ ബീജം അവർ ലോകത്തെവിടെയെങ്കിലും എവിടെയായാലും അത് സംരക്ഷിക്കുന്നത് അതവർക്ക് പകർന്നു കൊടുക്കേണ്ട പ്രായത്തിൽ, പകർന്നു കൊടുക്കേണ്ട രീതിയിൽ പകർന്നു കൊടുത്തത് കൊണ്ടാണ്. അതിന് നമ്മൾ തയ്യാറാകണം. ഭാഗവതം നിങ്ങൾ വന്നിരുന്ന് കേട്ടോ ഭാഗവതം എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല. അവർക്ക് പ്രയോജനപ്പെടുന്ന മനസ്സിലാകുന്ന രീതിയിൽ മാത്രമല്ല, ഇത് അവർക്കും കൂടെ പ്രയോജനമുണ്ട്. അവരുടെ വ്യക്തിത്വ വികാസത്തിന് കൂടി പ്രയോജനപ്രദമായ ഒന്നാണ് ഇത് എന്ന് അവർക്ക് കൂടി ബോധ്യം വരണം. ക്ഷേത്രത്തിൽ വരുന്ന കുട്ടികളുടെ ക്ഷേത്രകാര്യങ്ങൾ മാത്രമല്ല, അവർക്ക് അവരുടെ ഭൗതിക കാര്യങ്ങളും അവരുടെ പഠനവും അവരുടെ പാഠ്യേതര പ്രവർത്തനങ്ങളും അവരുടെ ജീവിതത്തിലെ വിജയവും എല്ലാത്തിലും നമ്മൾ ഈ ക്ഷേത്ര സംഘാടകർ, ഭാരവാഹികൾ അങ്ങനെ ഒരു ബന്ധം വച്ചാൽ, പള്ളിയിലൊക്കെ നോക്കൂ, എല്ലാ കാര്യത്തിലും പള്ളിയിൽ കളിക്കാൻ വരും, പള്ളിയിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പള്ളിയിൽ പരീക്ഷകൾ വന്നാൽ അതിന് കോച്ചിങ് കൊടുക്കും, എവിടെയെങ്കിലും എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ കോച്ചിങ് കൊടുക്കും. കാര്യം അവന് പള്ളിയെ വിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അവൻ്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും അവൻ്റെ ആരാധനാലയങ്ങൾ സഹായിക്കും. നമ്മൾ തൊഴുത് പ്രസാദവും മേടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ബന്ധം കഴിഞ്ഞു. നമുക്ക് ബന്ധമുണ്ടാക്കണമെങ്കിൽ അവർക്ക് കൂടി പ്രയോജനമുണ്ടെന്ന് തോന്നണം. അവരുടെ വ്യക്തിത്വ വികാസത്തിന് സഹായിക്കുന്നതായ പദ്ധതികൾ ക്ഷേത്രത്തിൽ ആസൂത്രണം ചെയ്യണം. വാസ്തവത്തിൽ അങ്ങനെ ഒരു പരിപാടിയും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ആരെങ്കിലും നടത്താൻ തുനിഞ്ഞാൽ അപ്പോൾ അവൻ്റെ മേലൊരു പട്ടം ചാർത്തും. ആ പട്ടം ഞാൻ പറയണ്ടല്ലോ, ആ പട്ടം ചാർത്തിയിട്ട് എങ്ങനെയെങ്കിലും ഇത് മുടക്കാൻ നോക്കും. കാരണം ക്ഷേത്രം ഭരിക്കുന്നവർക്കോ ഈ 3 ഘടകങ്ങൾ പറഞ്ഞില്ലേ, ഭക്തനും ക്ഷേത്ര ഭരണാധികാരിയും, ഇവർക്കൊന്നും ആർക്കും ഉത്സവം നടത്തണം. ഉത്സവത്തിൽ ഞാനും ഉത്സവത്തിൻ്റെ ആളാണ്. ഉത്സവവും മേളവും വെടിക്കെട്ടും ഒക്കെ വേണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ എല്ലാവർക്കും എന്താണെന്നറിയാം, ഉത്സവം നടത്തണം, പരിപാടി നടത്തണം, പണം പിരിക്കണം, കലാപരിപാടി നടത്തണം. അതിനപ്പുറം ഈ ക്ഷേത്രത്തെ ആവശ്യമില്ല എന്ന് കരുതുന്നവരാണ് നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന മിക്കവാറും ക്ഷേത്രങ്ങൾ. അതല്ല, ക്ഷേത്രം നമ്മുടെ ഉന്നമനത്തിനുള്ളതാണ്, നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും വളർച്ചയ്ക്കുള്ളതാണെന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാകേണ്ടത് ക്ഷേത്ര കമ്മിറ്റിക്കാർക്കും ക്ഷേത്ര ഭരണാധികാരികൾക്കുമാണ്. അതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാത്തിൻ്റെ പിന്നിലും നിങ്ങൾക്കറിയാം, രാഷ്ട്രീയമാണെന്നറിയാം. അതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന മേഖലയിൽ, എൻ്റെ അടുത്ത ക്ഷേത്രത്തിൽ ഞാൻ ഇപ്പം 40ാമത്തെ വർഷമാണ് ഞാൻ ആരംഭിച്ചിട്ട്, 55 വർഷവും ഓരോ വ്യക്തിക്കും ചെയ്യാൻ സാധിക്കും. അതിന് വലിയ പാണ്ഡിത്യവും സംസ്കൃതത്തിൽ PhD ഒന്നും വേണ്ട, സാമാന്യം അറിവും താല്പര്യവും ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും സാധിക്കുന്നതാണ് ഈ മഹത്തായ കാര്യമെന്നുള്ളത് എൻ്റെ അനുഭവമാണ്.